അത്യാഗ്രഹം കടലെടുത്ത മുഹമ്മദ് ആസിഫിന്റെ ക്രിക്കറ്റ് കരിയർ. പ്രതിഭയുടെ മിന്നലാട്ടങ്ങളിലും പാപത്തിന്റെ പ്രലോഭനങ്ങളിലും വീണുപോയ പല പ്രമുഖരുമുണ്ട്. പാകിസ്ഥാൻ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച പ്രതിഭകളിൽ ഒരാളായിരുന്ന മുഹമ്മദ് ആസിഫിനെയും പെടുത്തിയ പ്രലോഭനത്തിന്റെ കഥ പാകിസ്ഥാൻ ക്രിക്കറ്റിനെന്നല്ല, ലോക ക്രിക്കറ്റിന് തന്നെ അപമാനമായി മാറിയ ഒന്നായിരുന്നു. ഇല്ലായ്മയിൽ നിന്നും സൗഭാഗ്യത്തിലേക്ക് കണ്ണു തുറന്നപ്പോൾ ശരിതെറ്റുകളിലെ നേർത്ത അതിർത്തി കടന്ന് നാൻഡ്രോളോൺ എന്ന നിരോധിത മയക്കുമരുന്ന് ഉപയോഗിച്ചതായിരുന്നു മുഹമ്മദ് ആസിഫിന്റെ ആദ്യ അച്ചടക്ക ലംഘനം. PCB ഒരു കൊല്ലത്തേക്ക് വിലക്കിയ മുഹമ്മദ് ആസിഫ് പാക് ക്രിക്കറ്റിൽ തിരിച്ചെത്തിയത് കനത്ത പ്രഹരശേഷിയുള്ള ഏതൊരു ബാറ്ററിനെയും വിറപ്പിക്കുന്ന ലൈനും ലെങ്തുമുള്ള തീ തുപ്പുന്ന പന്തുകളുമായിട്ടായിരുന്നു. എന്നാൽ 2008 വീണ്ടും ആസിഫിനെ മയക്കുമരുന്നുമായി ദുബായ് എയർപോർട്ടിൽ വെച്ച് പിടികൂടി. പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ഇടപെടലിൽ ദുബായ് കോടതി അയാളെ UAE പ്രവേശിക്കുന്നതിൽ നിന്നും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി നാടുകടത്തി. ധൂർത്തപുത്രന്റെ അബദ്ധസഞ്ചാരങ്ങൾ അവിടെയും തീരുന്നുണ്ടായിരുന്നില്ല. 2010 ബുക്കികളുടെ പണം പറ്റി മനഃപൂർവ്വം നോബോൾ എറിഞ്ഞതിന് ഇംഗ്ലണ്ടിലെ കാൻറ്റർബറിയിലെ HM ജയിലിലായി. ക്ഷമിച്ചും പൊറുത്തും പ്രതിഭയെ രക്ഷിച്ചെടുക്കാൻ ശ്രമിച്ച പാക് ക്രിക്കറ്റ് ബോർഡിന്റെ ക്ഷമ പരീക്ഷിച്ച മുഹമ്മദ് ആസിഫിനെ ക്രിക്കറ്റിൽ നിന്നും ആജീവനാന്ത വിലക്ക് ഏർപ്പെടുത്തി പാക് ക്രിക്കറ്റ് ബോർഡ് ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തി. അബദ്ധസഞ്ചാരി ഇതിനിടെ മലയാളത്തിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കരാർ ഒപ്പിട്ടെന്ന വാർത്ത കേരളത്തെയും ഞെട്ടിച്ചു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി എഴുതി സംവിധാനം ചെയ്ത മഴവില്ലിനറ്റം വരെ എന്ന സിനിമയിൽ നായകനായി ആദ്യം നിശ്ചയിച്ചത് മുഹമ്മദ് ആസിഫിനെ ആയിരുന്നു. എന്നാൽ നല്ല നടപ്പില്ലാതെ ആസിഫിനെ ഒഴിവാക്കി പാക് കനേഡിയൻ അബ്ബാസ് ഹസൻ ആ വേഷം ചെയ്യുകയാണുണ്ടായത്. 2010 നദി വീണ മാലിക് തന്നെ വഞ്ചിച്ച് 14 മില്യൺ രൂപ കൈക്കലാക്കിയെന്നാരോപിച്ച് ഫയൽ ചെയ്ത വഞ്ചനാ കേസടക്കം അനവധി കളങ്കങ്ങൾ മുഹമ്മദ് ആസിഫ് എന്ന പ്രതിഭയുടെ മുഖം വികൃതമാക്കി. ലോകോത്തര ബാറ്റർമാരെല്ലാം പേടിയോടെ കണ്ടിരുന്ന ഒരു ഉജ്ജ്വല ബൗളർ സ്വയം എരിഞ്ഞടങ്ങിയ കഥ വെറും തലമുറയ്ക്കൊരു പാഠമാണ്. ഏതു വലിയ പ്രതിഭയായാലും ക്യാരക്ടർ നഷ്ടമായാൽ എല്ലാം നഷ്ടമായി എന്ന വലിയ പാഠം.